ഇതെന്ത് അരിഞ്ഞോണ്ടിരിക്കുന്ന തണ്ണിമത്തൻ. ഇന്ത്യ തർക്കുത്തരം പറയുന്നവര് ബുദ്ധിമുട്ടായോ ഞാൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞത്? അതെന്നെയാണല്ലോ ചെയ്യണത് എല്ലാ ദിവസവും. എന്താന്നറിയില്ല, താൻ അടുക്കളയില് വന്ന് ആ ഒരു കഷ്ണമൊക്കെ അരിയുന്നതിന്റെ ഒരു ഐശ്വര്യം അതൊരു കാണാൻ തന്നെ എന്തൊരു കുളിർമയെന്ന് പറയാം. അറിയില്ല ഈ എന്തുകൊണ്ട് ആണുങ്ങൾക്ക് കുക്ക് ചെയ്തുകൂടാ? നമ്മള് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. എന്തുകൊണ്ട് സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ ചിലവഴിക്കേണ്ടി വരുന്നു? അതിനൊരു ചേഞ്ച് അല്ലേ താങ്കൾ? അത്ര മനോഹരമായിട്ടാണ് സവാള അരിയുന്നത്. വെരി ഗുഡ്. പിന്നെ ഓഫീസ് എങ്ങനെ ഉണ്ടായിരുന്നു? വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ബിയർ ഫ്രിഡ്ജിലാണോ? Oh, I kept it outside. Is that okay? എവിടെ ബിയർ എവിടെ? എന്താണ്? നല്ല ബിയറൊന്നാണ് ഇതിന്റെ റിവ്യൂ. ഞാൻ ബിയർ അധികം കഴിക്കാറില്ല. നമുക്ക് വിസ്കിയും വൈനും ഒക്കെ പറ്റുള്ളൂ. തക്കാളി ഉണ്ട്. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്, അപ്പൊ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വാർത്തെടുക്കാൻ വിചാരിച്ചു. തക്കാളി ഫ്രിഡ്ജിലുണ്ടെന്നേ ഇല്ലേ? ഞാൻ മേടിച്ചതിന്റെ ഭാഗത്ത് താൻ തീർത്തോ? ചെറിയ ചെറിയ തക്കാളി ഉണ്ടായിരുന്നല്ലോ. ആ അതെ, ഇവിടെ ഉണ്ട്. താൻ നോക്കിയാ എന്താ ഒരു സാധനം കാണാത്ത? ഫ്രിഡ്ജിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാ ഉണ്ട്. അതെങ്ങനെ ഒരു കാര്യത്തിന് ക്ഷമയില്ലല്ലോ. എന്തെങ്കിലും ആഗ്രഹിച്ച ഒപ്പം കിട്ടണം. ക്ഷമ എന്ന് പറഞ്ഞതില്ല. അതുകൊണ്ട് ഒരു കാര്യം നോക്കിയെടുക്കാനും ക്ഷമയില്ല. പൂത്ത തക്കാളിയാണ്. നമുക്ക് ഈജിപ്തിൽ പോയാലോ? ഇതിലോ പിരമിഡിൽ അടക്കാം. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പിരമിഡ് കാണണം, മമ്മി കാണണം, അതിനകത്ത് പിരമിഡിനകത്ത് പോകണം എന്നുള്ളത്. എപ്പോഴാ നമ്മൾ പോവാ? ഒന്നില്ലെങ്കിലും ക്ലിയോപാട്ര ജീവിച്ചിരുന്ന സ്ഥലമല്ലേ, അതൊന്ന് കാണണ്ടേ? അതെന്താ ഇതിലും മനസ്സിലാക്കാത്തെ? കമോൺ, അവരിപ്പോഴും ക്ലിയോപാട്ര തൂമ്പ് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ മാർക്ക് ആന്റണി അടിച്ചോണ്ട് പോണേ? മാർക്ക് ആന്റണിയുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ക്ലിയോപാട്ര സ്നേഹിച്ച് ഓക്കെ ഓക്കെ. Tell her to put her dress on. എന്താണ് അതില് പറഞ്ഞത്? അതിലുണ്ടാക്കിയ കഥയല്ലേ? അങ്ങനെയൊന്നും അല്ല. ക്ലിയോപാട്ര മാർക്ക് ആന്റണിയെ എന്താ
വളച്ച് വശീകരിച്ചെടുത്ത് അതുകൊണ്ട് ആ ഒരു പുള്ളിയുടെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് ഈജിപ്റ്റ് ഭരിച്ചത് എന്നാണ് സ്റ്റോറി. അല്ലാണ്ട് മാർക്ക് ആന്റണി അടിച്ചോണ്ട് പോയി എന്നല്ല. മെയിൽ ഷോവിനിസം മണക്കുന്നു.